സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി പാമ്പാടും പാറയിൽ മരം വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി മാരത്തിയാണ് മരിച്ചത്. മലപ്പുറം അരീക്കോട് വാലില പുഴയിൽ മതിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് ഇടിഞ്ഞു വീണു. വീടിന്റെ ചുമർ തകർന്ന് കൈക്കുഞ്ഞിന് പരിക്കേറ്റു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പന്നിയേരി ഉന്നതിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചു. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞതിനെ തുടർന്ന് 4 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ശക്തമായ മഴയിൽ പാലക്കാട് അട്ടപ്പാടിയിൽ റോഡ് ഒലിച്ചുപോയി. അട്ടപ്പാടി ധോണിഗുണ്ട് കാരറ റോഡിലെ അപ്രോച്ച് റോഡാണ് ഒലിച്ചുപോയത്. ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് മൈതാനത്ത് നിന്ന വൻ മരം കനത്ത മഴയിൽ മറിഞ്ഞു വീണു. തിരുവല്ല പൊടിയാടിയിൽ തെങ്ങ് കടപുഴകി വീണ് 7 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കാലവർഷം എറണാകുളം ജില്ലയിൽ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. പലയിടങ്ങളിലും വലിയ രീതിയിലേക്ക് തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് തീരമേഖലകളിലും അതോടൊപ്പം തന്നെ പശ്ചിമ കൊച്ചിയുടെ മേഖല പ്രത്യേകിച്ച് ഒരു അലർട്ട് സംവിധാനങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം കടലാക്രമണം ഏറ്റവും രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉള്ളത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മുൻകരുതലിലും കാര്യങ്ങളിലേക്ക് തന്നെ നീങ്ങണമെന്ന് പറയുന്നു. ഒപ്പം തന്നെയും കഴിഞ്ഞ രാത്രി ഉണ്ടായ ശക്തമായ മഴയും കാറ്റും പലയിടങ്ങളിലും മരം ഉൾപ്പെടെ ഇതിനെല്ലാം തന്നെ കാരണമായിട്ട് നമ്മൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. സാന്താക്രൂസ് ഗ്രൗണ്ടിന് സമീപമാണ് ഉള്ളത്. ഇത് ഇപ്പോൾ കാണുന്ന ഈ വലിയ വൃക്ഷം കാലങ്ങളായിട്ട് ഏതാണ്ട് വലിയ വൃക്ഷം നാളുകളായിട്ട് ഇവിടെ തുടരുന്നതാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് ഇത് നിലം പതിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് ആളപായമില്ല. പുലർച്ചയോടുകൂടിയായിരുന്നു, ഏതാണ്ട് 2 മണിയോടുകൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. കടപുഴകി വീണത് ആ മൈതാനത്തേക്ക് തന്നെ ആയതുകൊണ്ടാണ് ഈ ഒരു നാശനഷ്ടങ്ങളുടെ ഒരു തോത് കുറഞ്ഞിരിക്കുന്നത്. സമീപത്തെല്ലാം തന്നെ വീടുകളും എല്ലാം തന്നെ ഉള്ളതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് അത് ഗ്രൗണ്ടിലേക്ക് തന്നെ വീഴുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളില്ല. ഇനി ഇത് വെട്ടിമാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം. പക്ഷേ തിരിച്ച് മൈതാനത്തിന് പുറത്തേക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശങ്ങളിലേക്ക് തന്നെ പോകുമായിരുന്നു. നമുക്കിപ്പം പരിസരവാസികൾ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു, ഏകദേശം 2 മണിയോടുകൂടി ഇടിവെട്ടും വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഇത് വീണത്. ഇത് ഇടിവെട്ടിൻ്റെ വല്ല ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് മരങ്ങൾ ഇത് കമ്പുകളൊക്കെ വീഴാറുണ്ട്, അതിൻ്റേതായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ കുറച്ച് അധികം നേരം നീണ്ടു നിന്നായിരുന്നു. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ചിലപ്പോൾ കമ്പിയൊക്കെ പൊട്ടി. അതെ അതെ, വേര് ഈ തായ്വേരില്ലാത്തൊരു മരമാണിത്. സൈഡിലോട്ടാണ് സ്പ്രെഡ് ചെയ്യണത്. ഇതിന് ഒരു 5 വർഷം മുമ്പ് നടുക്കത്ത് ഉണ്ടായിരുന്ന 3 മരങ്ങളായിരുന്നു ഇവിടെ. നടുക്കത്തെ മരം വീണു പോയായിരുന്നു. അതും ഭാഗ്യത്തിന് ഗ്രൗണ്ടിലോട്ടാണ് വീണത്. ഇതുപോലെ ഒരു 10 വർഷം മുമ്പ് ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഈ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ഇടിവെട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു വലിയ നീളത്തിൽ. അത് ഞാനിങ്ങനെ ഒരു ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മനോരമ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇതൊക്കെ ഇൻഫോം ചെയ്ത്, കോർപ്പറേഷനിൽ ഇൻഫോം ചെയ്ത് ആ ഭാഗത്തുനിന്ന് ഒരു കമ്പ് വെട്ടിച്ചായിരുന്നു. വലിയ അപകടമൊന്നുമില്ലാതെ. അതെ അതെ, ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കൗൺസിലറിനൊക്കെ. വെട്ടിമാറ്റി. അതിൻ്റെ ഈ ഇപ്പോഴും പല മരങ്ങളും ഇങ്ങനെ ഡേഞ്ചർ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം എല്ലാം, അല്ലെങ്കിൽ വീണു പോകും. ഒരു പേടിയുണ്ട് ഈ മഴക്കാലത്തും. അതെ അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ മരങ്ങൾ അത് ആ ഒരു ഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളാണ്. ഇതെല്ലാം തന്നെ വലിയ ഉറപ്പ് തായ്വേരില്ലാത്ത അത്തരം വൃക്ഷങ്ങളാണ്. ഫോർട്ട് കൊച്ചിയുടെ തനത് സ്വഭാവങ്ങളിൽ ഒരു കാഴ്ചകളിലെല്ലാം പെടുന്ന മരങ്ങൾ ഇത് തന്നെയാണ്. പക്ഷേ ഈ കാറ്റും മഴയും വലിയ ഉത്കണ്ഠ അവരിലെല്ലാവരിലും തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുന്നു എന്ന ഒരു മുന്നറിയിപ്പിലേക്ക് വന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം എന്ന് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ കൂടുതലായിട്ട് തുറക്കുന്നു. പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പിലേക്ക് വന്നിട്ടുണ്ട്. ശക്തമായ നീരൊഴുക്ക് പെരിയാർ, പ്രത്യേകിച്ച് ആലപ്പുഴ എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്ന പെരിയാറിൻ്റെ ആ ഒരു കൈവഴികളിലും കാര്യങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പിലേക്ക് അടക്കം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നദീ തീരങ്ങളിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ ആ രീതിയിലുള്ളൊരു
ജാഗ്രതയിലേക്ക് വരണം എന്ന് വന്നിരിക്കുന്നു. ഒപ്പം പശ്ചിമ കൊച്ചി, അതിൻ്റെ ചെല്ലാനം, കണ്ണമാലി തുടങ്ങിയ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാകുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് സജ്ജമായിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോടടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനടക്കമുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മഴക്കാലം അതിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ മഴ ശക്തമാകുകയാണെങ്കിൽ ഈ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം തന്നെ തയ്യാറാക്കിയിടങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടി വരും എന്ന സൂചന തന്നെയാണ് നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ. യെസ്, സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപകമായ മഴ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും മഴക്കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.